അങ്ങനെ സ്വയം സമർപ്പിച്ച ജീവൻ സ്വയം സമർപ്പിച്ച ധീരതയ്ക്ക് പ്രത്യേക പുരസ്കാരത്തിന് അർഹനാകേണ്ട ആ നൌഷാദിനെക്കുറിച്ച് പീപ്പിൾ ടി വി ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. കോഴിക്കോട് മാൻഹോളിൽ വീണ് മരിച്ച ഓട്ടോ ഡ്രൈവർ നൌഷാദിന് നൽകണം ആ ധീരതയുടെ അവാർഡ് എന്നാവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ക്യാമ്പയിൻ. മാൻഹോളിൽ വീണ് 2 അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാനിറങ്ങുകയായിരുന്നു നൌഷാദ്. സോഷ്യൽ മീഡിയയിൽ നൌഷാദ് ഫോർ ബ്രേവറി അവാർഡ് എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ വൈറലാവുകയാണ്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും മനു എം നായർ ചേരുകയാണ്. മനു, എന്തൊക്കെയാണ് ഇപ്പോൾ നൌഷാദുമായി ബന്ധപ്പെട്ട് കൈരളി ടി.വിയുടെ ഓൺലൈൻ സംഘടിപ്പിച്ചിരിക്കുന്നത്? തീർച്ചയായും അജിംഷാദ്, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നൌഷാദ് മുന്നോട്ട് വച്ച ആ ഒരു വലിയ മാതൃക നമ്മൾ പീപ്പിൾ ടി വി ഏറ്റെടുക്കുകയാണ്. നൌഷാദിന് മരണാനന്തര ബഹുമതി എന്നതുപോലെ ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ക്യാമ്പയിൻ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കൈരളി ന്യൂസ് ഓൺലൈൻ അതിൻ്റെ സജീവ പ്രവർത്തനങ്ങളുമായി ഒപ്പം പീപ്പിൾ ടി വിയും ചേർന്ന് നമ്മുടെ ചാനലും ചേർന്ന് മുന്നോട്ട് പോവുകയാണ്. അതായത് നൌഷാദ് ഫോർ ബ്രേവറി അവാർഡ് എന്ന ഹാഷ്ടാഗിൽ ആണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത്. നമ്മുടെ ഓൺലൈനിലൂടെ എല്ലാവർക്കും പൊതുജനങ്ങൾക്കും ഈ ഒരു അവരുടെ ഒരു അഭിപ്രായം ഇതിലേക്ക് അറിയിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൌഷാദ് മുന്നോട്ട് വച്ച ആ ഒരു വലിയ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ മാതൃക നമ്മൾ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു മാനുഷിക മുഖം എന്ന നിലയിൽ ജനങ്ങളിലേക്ക് പീപ്പിൾ ടി വി ഇത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ, കോഴിക്കോട് പാളയത്ത് നടന്ന ദാരുണ സംഭവത്തിൽ 2 അന്യസംസ്ഥാന തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവനെ അവഗണിച്ച് യാതൊരു സുരക്ഷയുമില്ലാതെ, സുരക്ഷാ ഉപകരണങ്ങളുടെ സഹായവുമില്ലാതെ അദ്ദേഹം മാൻഹോളിലേക്ക് ഇറങ്ങുകയും പിന്നീട് മരണം വരിക്കുകയും ചെയ്ത ആ ഒരു വലിയ ഒരു ദുരന്ത മുഖം നമ്മുടെ മുന്നിലുണ്ട്. അന്ന് നൌഷാദ് കാണിച്ച ഒരു നിമിഷം പോലും വൈകിക്കാതെ 2 ജീവനെ രക്ഷിക്കാൻ നൌഷാദ് കാണിച്ച ആ ഒരു സ്നേഹത്തിനും കാരുണ്യത്തിനുമാണ് നമ്മളിവിടെ ഒരു പുരസ്കാരം നൽകണമെന്ന്, അദ്ദേഹത്തിൻ്റെ മരണാനന്തര ബഹുമതിയായി ഈ പുരസ്കാരം നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ കേരളം മുഴുവൻ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു ആവശ്യം ചർച്ച ചെയ്യുകയാണ്. അതിനെ നമ്മൾ എന്നും മാധ്യമ പ്രവർത്തനത്തിൻ്റെ മാനുഷിക മുഖത്തോട് ചേർന്ന് നിൽക്കുന്ന പീപ്പിൾ ടി വി അതിനെ ഏറ്റെടുത്തുകൊണ്ട് വരുമ്പോൾ വലിയ പ്രതികരണങ്ങളാണ് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത്. അത് കാരണം മനുഷ്യത്വത്തിൻ്റെ ഉറവ വറ്റിയിട്ടില്ലാത്ത ഒരു സമൂഹം നമുക്കുണ്ട് എന്ന് കാണിക്കാൻ കൂടി ഇത് നമുക്ക് അത്യാവശ്യമാണ്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു സംഭവം ഒരു കുടുംബത്തിൻ്റെ അത്താണിയെയാണ് നഷ്ടമാക്കിയിരിക്കുന്നത്. നേരത്തെ ഗൾഫിലായിരുന്ന നൌഷാദ് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ ഓട്ടോ ഓടിച്ച് തൻ്റെ കുടുംബത്തെ പുലർത്തി വരുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കുന്നത്. അത് 2 അന്യസംസ്ഥാനക്കാരായ കണ്ട് പരിചയം പോലും ഇല്ലാത്ത 2 ജീവൻ രക്ഷിക്കാൻ വേണ്ടി കാണിച്ച ആ ഒരു വലിയ ത്യാഗത്തിനാണ് ഈ പുരസ്കാരം വേണമെന്ന് നമ്മൾ പറയുന്നത്. അദ്ദേഹം യാത്രയായപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അത്താണി കൂടി നഷ്ടമായിരിക്കുന്നു. ഉമ്മയും ഒപ്പം ഭാര്യയും മാത്രമാണ് ഇനി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളത്. ആ കുടുംബം എങ്ങനെ പുലരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ ചോദ്യചിഹ്നമായി അവരുടെ മുന്നിൽ നിൽക്കുന്നു. ഇതിനെയൊക്കെ അവഗണിച്ച് സ്വന്തം കുടുംബത്തെ പോലും സ്വന്തം ജീവിതത്തെ മറികടന്ന് നൌഷാദ് ഒരു വലിയ മാതൃക കേരളത്തിന് കാണിച്ചു വന്നിരിക്കുന്നു. ഈ മാതൃക എന്ന് നമ്മൾ പറയുന്നത് കാരണം അജിംഷാദ്, വാഹനം പിടിച്ച് വഴിയിൽ കിടക്കുന്നവരെ പോലും തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിൽ വളർന്നു വരുന്നുണ്ട്. അവർക്കൊക്കെയാണ് നൌഷാദ് എന്ന മനുഷ്യസ്നേഹി സ്വന്തം ജീവിതത്തെ അവഗണിച്ച് ഇവിടെ ഒരു വലിയ മാതൃക കാണിച്ചു തന്നിരിക്കുന്നത്. ആ മാതൃക നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വലിയ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു.